ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷർന ജലാൽ വ്ലോഗ്സ്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് എങ്ങനെയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് കിട്ടുന്നത്, ലൈക്ക്, വ്യൂവേഴ്സ്, കുറെ വീഡിയോസ് ഒക്കെ വൈറലാകുന്നു, അതിൻ്റെയൊക്കെ ടിപ്സ് എന്താണെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഞാൻ പറയുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറേ പേർക്കൊക്കെ മെസ്സേജ് അങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ. കാരണം ഞാൻ ചിലപ്പോൾ സീൻ ചെയ്തതിന് ശേഷം പിന്നീട് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിക്കും, നിങ്ങൾ തിരക്കൊക്കെ ആയിട്ട് പിന്നീട് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറുമ്പോഴത്തേക്ക് അവരുടെ ഐ ഡി കാണത്തില്ല കേട്ടോ. അപ്പോൾ വേറെയൊക്കെ മെസ്സേജസ് ഒക്കെ വരും, കുറേ കിടന്ന് തപ്പിയൊക്കെയാണ് പിന്നീട് കൊടുക്കുക. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ ചൊല്ലി ഞാനൊരു വീഡിയോ ഇടാം. കാരണം കുറേ പേർക്ക് അറിയില്ല, ഇതിൽ കുറേ ടിപ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോളോവേഴ്സൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കൂടാനും അതുപോലെ ലൈക്കും കമന്റും നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് നല്ല റീച്ച് ആവാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് ഈ കുറച്ച് ടിപ്സുകൾ. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതൊരു ഞാൻ കുറച്ച് അതായത് ഒരു 5-6 പോയിന്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒരു 10 പോയിന്റ്സുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിൽ 5-6 ഈ 2 പോയിന്റ്സുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകളാണ്. അപ്പം നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പം നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ കാണണം. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ടിപ്സുകളുടെ നന്ദി നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കണം കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഞാൻ കൊച്ചു പിള്ളേരെ കിടക്കി ഒരു ബുക്കും പെൻസിലായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഞാൻ കുറച്ച് പോയിന്റ്സുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 100% നിങ്ങൾ ഇത് എന്താണ് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഫോളോവേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല റീച്ചും ഒക്കെ ഉറപ്പായിട്ടുള്ള കുറേ ടിപ്സുകളാണ്. ഫസ്റ്റത്തേന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു കണ്ടന്റ്, നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല രീതിയിൽ റീച്ചോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കണ്ടന്റ് എങ്ങനെയാണ്, ഇതിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, ഇത് കൊള്ളാവോ, എഡിറ്റിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളാണ് ഈ വേറൊരാൾ ഒരു വീഡിയോ ഈ ഒരു സെയിം കണ്ടന്റ് ഇട്ടാൽ നിങ്ങളിരുന്ന് കാണൂ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം, ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ, എഡിറ്റിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു ആ ഒരു ക്വാളിറ്റിയിലായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ വരുത്തണമോ എന്നൊരു നിങ്ങൾ ആ ഒരു കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ്സ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ ഇടുന്ന ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ഒരു റെഗുലർ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഫോളോവേഴ്സ് ഇത്ര മണിയായി ഇപ്പോൾ ഇവർ വീഡിയോ ഇടും ആ ഒരു സംഭവം അവരങ്ങനെ കാത്തിരിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ വല്ലപ്പോഴും വാരി വലിച്ച് അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ കിട്ടാൽ ആരും കാണത്തില്ല. നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളൊരു സ്പെസിഫിക് ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു അൽഗോരിതം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു സാറ്റർഡേ സൺഡേ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാമിൽ ചിലവഴിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, സ്കൂളിൽ പോകുന്ന മക്കളായാലും ഓഫീസിലൊക്കെ ഉള്ളവരും വർക്ക് ചെയ്യുന്നവരൊക്കെ ഫ്രീ ആവുന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൂടുതൽ വീഡിയോസുകൾ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് ഗീവ് ആൻഡ് ടേക്ക്. അതായത് നിങ്ങൾ കുറച്ച് പേര് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യുക, അതുപോലെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അവരുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോറി ആക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അവർക്ക് നിങ്ങളൊരു ഫ്രണ്ട് ആവുകയും അവർ കൂടെ നിങ്ങൾ വീഡിയോസിൽ എന്താണ് ശ്രദ്ധിക്കാൻ തുടങ്ങുകയും നിങ്ങളെ വീഡിയോസ് തിരിച്ച് അവരെന്ത് ചെയ്യും, ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. നിങ്ങളിത് അയ്യേ എന്ന് വിചാരിക്കേണ്ട, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഈ ഒരു പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കും, നിങ്ങൾ 101% ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് അതൊന്ന് മോഡിഫൈ ചെയ്ത് പറയുന്നത്. ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങളുടെ വീഡിയോയിൽ ഒരാളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ കൊണ്ടുവരണം. അതാണ് അടുത്ത പോയിന്റ്. അതായത് നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പക്ഷെ ഇതെന്താ എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും നോക്കില്ലേ,
അതുപോലെ നിങ്ങളെ വീഡിയോസ് അവരൊന്ന് ഇരുന്ന് ഇതിലെന്താ പറയുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഇതെന്താണ് സംഭവം എന്നുള്ള രീതിക്ക് നിങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടി പറ്റുന്ന അടിപൊളി കണ്ടന്റുകളായിരിക്കണം. ആ ഒരു 2 മിനിറ്റ്സ് നിങ്ങൾ പിടിച്ചിരുത്തിയാൽ തന്നെ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ഈ ഒരു വീഡിയോസ് ബൂസ്റ്റ് ചെയ്തോളും. ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം തന്നെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്തോളും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു വലിയൊരു ഡയലോഗാണിത്. നിങ്ങൾക്ക് അമ്മയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എസ് എന്ന ലെറ്ററും അച്ഛനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കെ എന്ന ലെറ്ററും നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ കൂടുതൽ എന്ത് ചെയ്യും, കമൻറ്റുകൾ ചെയ്യുകയും അങ്ങനെ കമൻറ്റ് ചെയ്ത് നിങ്ങളെ വീഡിയോസ് കുറേ പേരിലേക്ക് എത്തുകയും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ വ്യൂസ് കൂടുന്നതനുസരിച്ച് ആൾക്കാരിലേക്ക് കുറേ പേരിലേക്ക് എത്തുകയും നിങ്ങളുടെ വീഡിയോ നല്ല റീച്ച് ആകുകയും ചെയ്യുക ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് നിങ്ങളുടേതായ ബ്രെയിൻ യൂസ് ചെയ്ത് കുറേ രീതിയിലുള്ള കാര്യങ്ങൾ ഇതിലേക്ക് പറയാൻ ശ്രമിക്കുക. അവരെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. അവരെ കൊണ്ട് സ്മൈലുകൾ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാനോ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ, ഇതൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, കമൻറ്റ് വരുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളുടെ വീഡിയോസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, റീച്ച് ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റീച്ച് ആവും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്ന മ്യൂസിക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ റീൽസ് ചെയ്യുന്ന വീഡിയോയിലെ സോങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോയിലെ ആ ഒരു സോങ് ആയിക്കോട്ടെ, എന്തായാലും ട്രെൻഡിങ് സോങ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സോങ്സുകൾ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റീൽസുകൾ, ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കണ്ടന്റുകൾ ഒക്കെ നിങ്ങളുടെ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ വീഡിയോയ്ക്ക്. ഞാൻ പറഞ്ഞു തരാതെ അറിയാമായിരിക്കും. അത് നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു പ്രത്യേകിച്ച് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഞാൻ ഒരു ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലായാലും തന്നെ നമ്മൾ ഇപ്പോൾ ഒരു സോങ് അടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ വരത്തില്ല, ചിലപ്പോൾ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ വരുമായിരിക്കും. അതെടുത്ത് വെച്ചായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതെങ്ങനെയാണ്, ഹാഷ്ടാഗുകൾ നല്ല രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. അതുവഴി നിങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് ആവാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഉള്ള ഹാഷ്ടാഗുകൾ നിങ്ങളുടെ വീഡിയോസിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റത്തെ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങളെ ഫോളോവേഴ്സിനായിരിക്കും ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങളുടെ റീൽസ് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് അത് കാണുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വലിയ എൻഗേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുമ്പോൾ അവർ കാണുന്നത് വഴി കുറച്ച് ആൾക്കാരും കൂടെ വരും. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അതിൽ ഷെയർ ബട്ടൺ അതിൽ വഴിയല്ല നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്, കോപ്പി പേസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നത് വഴി ഇൻസ്റ്റാഗ്രാം തന്നെ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇങ്ങനത്തെയുള്ള കുറച്ച് ടിപ്പ് ആൻഡ് ട്രിക്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു ഇൻഫ്ലുവൻസറായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരിക്കലും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഹോണസ്റ്റായിട്ട് ഫോളോവേഴ്സിനെ നേടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആർട്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പിറകെ ഒന്നും പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ പേജ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതൊന്നും ചെയ്യേണ്ട കേട്ടോ. കാരണം പേജ് ബൂസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടേ അടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള കുറച്ച് ടിപ്സുകൾ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ വൈറലാക്കി നല്ല റീച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു 10 ടിപ്സുകളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം നിങ്ങൾ എല്ലാവരും ആ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം.